Hi friends, welcome back to Menu's Taste of Home. ഇന്ന് ഞാൻ ബ്ലാക്ക് ഗ്രേപ്പ് ജ്യൂസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സറോ ബ്ലെൻഡറോ ഒന്നും തന്നെ ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സീഡുള്ള ബ്ലാക്ക് ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഗ്രേപ്സ് ഇതിൽ നിന്ന് അങ്ങ് അടർത്തിയെടുക്കാം. സീഡ്ലെസ് ഗ്രേപ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലത്തെ 2 കപ്പ് ബ്ലാക്ക് ഗ്രേപ്സിന്റെ അളവാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഗ്രേപ്സിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് മാറുന്നതിനായിട്ടാണ് ഉപ്പ് വെള്ളത്തിൽ ഇതുപോലെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കാം. സ്ക്വാഷ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ചേർക്കാം. ഗ്രേപ്സ് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രേപ്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറു തീയിലിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ആ ഗ്രേപ്സിന്റെ കളർ എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഇതുപോലൊരു മാഷറോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. എടുത്തിരിക്കുന്ന ഗ്രേപ്സിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ഗ്രേപ്സിന് പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇതിനോടൊപ്പം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. ഈ ചെറുനാരങ്ങയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് ഗ്രേപ്പ് സ്ക്വാഷ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. വേവിച്ചെടുത്തിട്ടുള്ള ഗ്രേപ്സ് നമുക്കൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചു മാറ്റാം. ഗ്രേപ്സിന്റെ സ്കിന്നും സീഡും ഒക്കെ മാറ്റുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അരിച്ചു മാറ്റാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഏകദേശം 1.5 കപ്പ് ബ്ലാക്ക് ഗ്രേപ്സിന്റെ സ്ക്വാഷ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. സ്ക്വാഷ് ഇപ്പോൾ കംപ്ലീറ്റ്ലി കൂളായിട്ടുണ്ട്. ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഗ്രേപ്പ് സ്ക്വാഷ് ചേർക്കാം. ഐസ് വാട്ടർ ചേർക്കാം. ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡിയായി. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ 4 ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ സ്ക്വാഷ് ഒക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസ് ആണ്. പേർപ്പിൾ കളറാണ് ഈ ഒരു ജ്യൂസിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.